അതേസമയം അതൊരു ഭൗതികമായ യാത്രയും കൂടിയാണ്. ആ ഒരു ഓക്കെ. യാത്രയാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഒരു നോവലായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിൽ വേറെ അധികം കഥാപാത്രങ്ങളൊന്നുമില്ല, ഇവർ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഓക്കെ. രണ്ട് കഥാപാത്രങ്ങളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു നോവലാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. മനോഹരം. അപ്പോൾ യാത്ര അനുസരിച്ചാണെന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പശ്ചാത്തലം ആയിട്ട് തന്നെയാണോ അതോ അല്ല? അവരെവിടെയൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല, അവർ ഇന്ത്യക്കകത്തായിരിക്കും. ഓക്കെ. അവരെവിടെയൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ഓക്കെ. ഈ കഥാപാത്രങ്ങൾ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, ഓക്കെ. നമ്മൾ പോകേണ്ടി വരും. അല്ല ഓൾറെഡി. ഇതിൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. ഓക്കെ. നമ്മളിങ്ങനെ കഥാപാത്രങ്ങളെ പിന്നെ നമ്മളെ അങ്ങ് നയിക്കുന്നത്, ഓക്കെ. പിന്നെ അവർ നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോവുക. ഓക്കെ. ആദ്യം നമ്മുടെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാവും, അതെ. പിന്നെ അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യും. ഓക്കെ. ഇതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു ഈ രണ്ട് ലോകത്തും? ഇവിടെയാണോ കൂടുതലുള്ളത്, അവിടെയാണോ കൂടുതൽ? എഴുത്തിൻ്റെ ലോകത്ത് എവിടെയാണ് കൂടുതൽ? നമ്മൾ എഴുതണം എന്നില്ല, നമ്മൾ എഴുതാതിരിക്കുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിയായിട്ട് കുറച്ച് നേരം നമ്മളെവിടെ സംസാരിക്കാതെ ഇരിക്കുകയാണെന്ന് വെച്ചോ, ആ സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. എൻ്റെ മനസ്സിൽ എഴുതുന്നുണ്ട് ഞാൻ. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, നമ്മൾ തനിച്ചാവുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അത് വേറൊരു രീതിയിലുള്ള എഴുത്താണ്, പക്ഷേ നമ്മുടെ മാനസിക തലത്തിൽ ആ എഴുത്ത് നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഭൗതികമായിട്ട് എഴുത്ത് പിന്നീടായിരിക്കും പുറത്തു വരുന്നത്. അതെ. അതെ. എല്ലാ എഴുത്തുകാരും അങ്ങനെയാണ്.